नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधरा श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरुगलितं फलं सुखमुखात् अमृतद्रव संयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीं नमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। हरे कृष्ण। श्रीमद् भागवतम चतुर्थ स्कंदം 24-ാമത്തെ അധ്യായം മഹാദേവനാൽ ആലപിക്കപ്പെട്ട ഗാനം കീർത്തിക്കുന്നു. ശ്ലോകം 11 മുതൽ 15 വരെ വായിക്കാം. സാമുദ്രീം ദേവദേവോക്ത ഉഭയമേ ശതദ്രുതിം യാം വിച്ഛ ചാരു സർവാംഗീം കിശോരീം സുഷ്ടലംകൃതാം പരിക്രമന്തീം ഉദ്വാഹേ ശഖമേ അഗ്നിശുകീവിവ വിബുധാ സുരഗന്ധർവ മുനിസിദ്ധ നരോരഗാഃ വിജിതാ സൂര്യാദിഷു കുണയന്തൈവാനൂപുരൈഃ പ്രാചീന ബർഹിഷഃ പുത്രാ ശതദ്രുത്യാം ദശാഭവൻ തുല്യനാമഭൃതാ സർവേ ധർമ്മസ്നാതാ പ്രചേതസഃ പിത്രാദിഷ്ടാ പ്രജാ സർഗേ തപസ്സേ അർണവമാവിശൻ ദശവർഷസഹസ്രാണി തപസാ അർച്ചം തപസ്പതിം യദുക്തം പദീ ദൃഷ്ടേന ഗിരിശേന പ്രസീദത തദ്ധ്യായന്തോ ജപന്തശ്ച പൂജയന്തശ്ച സംയതാഃ. വർത്തനം വായിച്ചോ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 24 മഹാദേവനാൽ ആലപിക്കപ്പെട്ട ഗാനം കീർത്തിക്കുന്നു. ശ്ലോകം 11. സാമുദ്രീം ദേവദേവോക്താം ഉഭയമേ ശതദ്രുതീം യാം വീക്ഷ്യ ചാരു സർവാംഗീം കിശോരീം സുഷ്ടലംകൃതാം പരിക്രമന്തീമുദ്വാഹേ ചഗമേ അഗ്നിശുഗീമിവ. വിവർത്തനം. ബർഹിഷദ് മഹാരാജാവിനോട് ഇനി മുതൽ പ്രാചീന ബർഹി എന്നറിയപ്പെടുന്ന സാഗരപുത്രി ശതദ്രുതിയെ വിവാഹം കഴിക്കാൻ പരമോന്നത ദേവനായ ബ്രഹ്മദേവൻ ആജ്ഞാപിച്ചു. യവനയുക്തയായിരുന്ന ശതദ്രുതി അംഗപ്രത്യംഗം സുന്ദരിയായിരുന്നു. ഉചിതമായ ആഭരണാദികളാൽ വിഭൂഷിതയായി വിവാഹവേദിയിലേക്ക് വന്ന അവൾ അതിനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അവളിൽ ആകൃഷ്ടനായി തീർന്ന അഗ്നിദേവൻ അവളുടെ സഹവാസം ആഗ്രഹിച്ചു. ശരിക്കും അവൻ മുമ്പ് ശുഗിയെ ആസ്വദിക്കാൻ ആഗ്രഹിച്ചിരുന്നത് പോലെ. ശ്ലോകം 12.
വിബുധാസുരഗന്ധർവ മുനിസിദ്ധ നരോരക വിജിതാസൂരയാദിക്ഷു കൊണയം ദൈവനൂപുരൈ. വർത്തനം. ശതദ്രുതി വിവാഹ സമയത്ത് അപ്രകാരം പ്രദക്ഷിണം ചെയ്യുമ്പോൾ അസുരന്മാരും ഗന്ധർവലോകവാസികളും മഹർഷിമാരും സിദ്ധലോകവാസികളും നാഗലോകവാസികളും ഭൂലോകവാസികളും വളരെ ഉയർത്തപ്പെട്ടവരായിട്ടും അവളുടെ കാൽ ചിലങ്കകളുടെ കിലുകിലുക്കത്താൽ വശീകരിക്കപ്പെട്ടു. ശ്ലോകം 13. പ്രാചീന ബർഹിഷ പുത്ര ശതദ്രുത്യാം ദശ ഭവാൻ തുല്യനാമവൃത സർവേ ധർമ്മസ്നാദാ പ്രചേദസഃ. വർത്തന. പ്രാചീന ബർഹി രാജാവ് ശതദ്രുതിയുടെ ഗർഭപാത്രത്തിൽ 10 പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചു. തുല്യ ധാർമ്മികത ഉണ്ടായിരുന്ന അവരെല്ലാവരും പ്രചേതാക്കൾ എന്നറിയപ്പെട്ടു. ശ്ലോകം 14. പിത്രാദിഷ്ടാ പ്രജാ സർഗേ തപസേ അർണവ ആവിശൻ ദശവർഷസഹസ്രാണി തപസ്സാർച്ചം തപസ്പതീം. വിവർത്തനം. ഈ പ്രചേതാക്കളോടെല്ലാം വിവാഹിതരാകാനും സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും അവരുടെ പിതാവ് ആജ്ഞാപിച്ചപ്പോൾ അവരെല്ലാം സമുദ്രത്തിൽ പ്രവേശിച്ച് 10,000 വർഷം തപസ്സും കഠിനനിഷ്ഠകളും അനുഷ്ഠിച്ചു. അപ്രകാരം അവർ സർവ തപസ്സുകളുടെയും യജമാനനായ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനെ ആരാധിച്ചു. ശ്ലോകം 15. യദുക്തം പതിദൃഷ്ടേന ഗിരിശേന പ്രസീദത തധ്യായന്തോ ജപന്തശ്ച പൂജയന്തശ്ച സംയതാഃ. വർത്തനം. പ്രാചീന ബർഹിയുടെ പുത്രന്മാർ തപസ് അനുഷ്ഠിക്കാൻ വീടുപേക്ഷിച്ചു പോകവേ മാർഗമധ്യേ മഹാദേവനെ സന്ധിക്കുകയും അദ്ദേഹത്തിന്റെ മഹാകാരുണ്യത്താൽ അവർക്ക് പരമ സത്യത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. പ്രാചീന ബർഹിയുടെ എല്ലാ പുത്രന്മാരും ആ ഉപദേശങ്ങളിന്മേൽ അത്യന്തം ശ്രദ്ധയോടും ഭക്തിയോടും ധ്യാനിക്കുകയും കീർത്തിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രമാഭായ് മാതാജി. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ പൃഥുമഹാരാജാവിന്റെ പുത്രനായിട്ടുള്ള വിജിതാശ്വനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിജിതാശ്വനാണ് പൃഥുമഹാരാജാവിന് ശേഷം രാജ്യം ഭരിച്ചിരുന്നത്. വിജിതാശ്വൻ തന്റെ സഹോദരന്മാരോട് വളരെ വാത്സല്യമുള്ളവനായിരുന്നു. ആ സഹോദരന്മാർക്കും രാജ്യത്തിന്റെ 4 ഭാഗങ്ങളും വിഭജിച്ചു കൊടുത്തു. ഹരിയാക്ഷൻ, ധൂമ്രകേശൻ, ദ്രവിണൻ, മൃഗൻ ഇവരായിരുന്നു വിജിതാശ്വന്റെ സഹോദരന്മാർ. അങ്ങനെ അവർ പരസ്പരം സഹകരണത്തോടുകൂടി സാമ്രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നു. വിജിതാശ്വന്റെ പത്നിമാരെ കുറിച്ചും പുത്രന്മാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിജിതാശ്വന് അന്തർധാൻ എന്ന് മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു. ആ പേര് കൊടുത്തിട്ടുള്ളത് ദേവേന്ദ്രൻ തന്നെയായിരുന്നു. അന്തർധാനം ചെയ്യാനുള്ള ശക്തിയും അദൃശ്യനായി നടക്കാനുള്ള കഴിവും വിജിതാശ്വന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വിജിതാശ്വൻ അന്തർധാനൻ എന്ന പേരിലും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 പത്നിമാരായിരുന്നു. വിജിതാശ്വന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ശിഖണ്ഡിനി എന്ന് പറഞ്ഞിട്ടുള്ള പത്നിയിൽ 3 പുത്രന്മാരുണ്ടായിരുന്നു. പാവകൻ, പവമാനൻ, ശുചി എന്ന് പറഞ്ഞ് അഗ്നിദേവന്റെ പുനർജന്മങ്ങളായിട്ടുള്ള 3 പുത്രന്മാർ ശിഖണ്ഡിനിയിലുണ്ടായിരുന്നു. പാവകൻ, പവമാനൻ, ശുചി. അതുപോലെ 2ാമത്തെ പത്നിയാണ് നഭസ്വതി. നഭസ്വതിയുടെ പുത്രനായിട്ടാണ് ഹവിർധാനൻ ഉണ്ടായിരുന്നത്. ഹവിർധാനൻ നഭസ്വതിയുടെ പുത്രനായിരുന്നു. ആ ഹവിർധാനന് 6 പുത്രന്മാരുണ്ടായിരുന്നു. ഹവിർധാനന്റെ പത്നിയായിരുന്നു ഹവിർധാനി. ഹവിർധാനിയിൽ 6 പുത്രന്മാരുണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ബർഹിഷദൻ,
ഗയൻ, ശുക്ലൻ, കൃഷ്ണൻ, സത്യൻ, ചിദവ്രതൻ, ഇങ്ങനെ 6 പുത്രന്മാരായിരുന്നു. ബർഹിഷദൻ, അതിൽ ബർഹിഷദൻ വളരെ പ്രധാനിയായിരുന്നു. ബർഹിഷദൻ പ്രജാപതി സ്ഥാനം അലങ്കരിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബർഹിഷദ് സുമഹാഭാഗോ ഹവിർധാനി പ്രജാപതി, ഹവിർധാനിയുടെ പുത്രനായിട്ടുള്ള ബർഹിഷദ് പ്രജാപതിയായിരുന്നു എന്ന് പറഞ്ഞു. ബർഹിഷദൻ കർമ്മകാണ്ഡത്തിൽ കൂടുതൽ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കർമ്മകാണ്ഡ നിഷ്ണാദോ ക്രിയാകാണ്ഡേഷു നിഷ്ണാദോ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ധാരാളം യജ്ഞങ്ങൾ ചെയ്തു. ഫലേച്ഛാ കർമ്മങ്ങളാണ് അദ്ദേഹം ചെയ്തിരുന്നത്. കർമ്മകാണ്ഡത്തിലുള്ള ധാരാളം യജ്ഞങ്ങൾ ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി. ഭൂലോകം മുഴുവൻ അദ്ദേഹം വ്യത്യസ്ത സ്ഥലങ്ങളിൽ തുടർച്ചയായിട്ട് യജ്ഞങ്ങൾ ചെയ്തു പോന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പ്രജാപതി ആയതുകൊണ്ട് സന്താന ഉൽപാദനത്തിന് വേണ്ടി, വിവാഹം ചെയ്യുന്നതിന് വേണ്ടി ബ്രഹ്മാവ് അദ്ദേഹത്തിനോട് നിർദ്ദേശിച്ചു. ശതദ്രുതി എന്ന് പറഞ്ഞിട്ടുള്ള സമുദ്രദേവന്റെ പുത്രിയെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു. ബ്രഹ്മദേവൻ ബർഹിഷത്തിനോട് പറഞ്ഞു. അങ്ങനെ ആ ശതദ്രുതിയെ കുറിച്ചാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത്. ശതദ്രുതി വളരെയധികം കിശോരിയും സുഷ്ടലങ്കൃതം, വളരെ സുന്ദരിയായിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യം ശതദ്രുതിക്കുണ്ടായിരുന്നു. ദേവന്മാരെ എല്ലാവരെയും, 14 ലോകത്തിലുള്ള എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യം ശതദ്രുതിക്കുണ്ടായിരുന്നു. ബർഹിഷത്തിന്റെ വിവാഹ സമയത്ത് അഗ്നിദേവന് പോലും ശതദ്രുതിയോട് ആകർഷണം ഉണ്ടായി എന്ന് പറയും. ശതദ്രുതിയുടെ സൗന്ദര്യത്തിൽ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും, 14 ലോകത്തിലുള്ള എല്ലാവരും, ദേവന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും എല്ലാവരും അവളോട് ആകർഷിതയായ അത്രയ്ക്കും സൗന്ദര്യം ആ ശതദ്രുതിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. എല്ലാവരും മായാശക്തിയാൽ മോഹിതരാണ്. ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാവരും ഭഗവാന്റെ മായാശക്തിയാൽ മോഹിതരാണ്. മായാശക്തിയിൽ നിന്ന് മുക്തരായിട്ട് ഈ ലോകത്തിൽ 14 ലോകത്തിൽ ആരുമില്ല എന്ന് പറയും. ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും മായാശക്തിയാൽ മോഹിതരാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഭഗവത്ഗീതയിലും ഇതേ കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. 18-ാമത്തെ അധ്യായത്തിൽ 40-ാമത്തെ ശ്ലോകത്തിൽ, ഒരു ലോകത്തിലും ത്രിഗുണങ്ങളിൽ നിന്നും മുക്തരായിട്ട് ആരുമില്ല. ത്രിഗുണങ്ങളാണ് മായ എന്ന് പറയുന്നത്. മായാശക്തി പ്രവർത്തിക്കുന്നത് ത്രിഗുണങ്ങളിലൂടെയാണ്, സത്വരജസ് തമോ ഗുണങ്ങളിലൂടെയാണ്. നതസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതി ചേർമുക്തം യഥേഭി സ്യാത് ത്രിഗുണൈ. ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തരായിട്ട് ഈ ഭൂമണ്ഡലത്തിലോ അല്ലെങ്കിൽ അതിന്റെ ഉപരി ദിവി ദേവേഷു വാ പുനഃ, ഭൂമണ്ഡലത്തിലോ ദേവലോകങ്ങളിലോ ഒന്നും ആരുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും, എല്ലാ ദേവന്മാരും മായയാൽ മോഹിതരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബർഹിഷത്ത് ശതദ്രുതിയെ വിവാഹം ചെയ്തു. ശതദ്രുതിയിൽ 10 മക്കളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ 10 മക്കൾക്ക് ഒരേ പേരാണ് കൊടുത്തിരുന്നത് എന്നാണ് പറയുന്നത്. പ്രാചീന ബർഹിഷപുത്ര ശതദ്രുത്യാം ദശാഭവൻ തുല്യനാമപ്രദ സർവേ ധർമ്മസ്നാദ പ്രചേതസഃ. അവരുടെ പ്രത്യേകത എന്താണ്? അവർക്കെല്ലാവർക്കും കൂടി ഒരൊറ്റ പേരാണ് കൊടുത്തിട്ടുള്ളത്, തുല്യനാമവ്രത. അവരെല്ലാവരും തുല്യനാമവ്രതം സ്വീകരിച്ചിട്ടുള്ളവരായിരുന്നു. എല്ലാവർക്കും 10 പേർക്കും ഒരൊറ്റ പേരാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് പേര് കൊടുത്തിട്ടുള്ളത്? പ്രചേതസഃ, പ്രചേതസുക്കൾ എന്നാണ് അവരെല്ലാവരും കൂടി അറിയപ്പെട്ടിരുന്നത്. അവരുടെ പ്രത്യേകത എന്താണ്? സർവേ ധർമ്മസ്നാദാഹ, എല്ലാവരും ധാർമ്മികമായിട്ട് ഒരേ നിലവാരത്തിലുള്ളവരാണ്. അവരെല്ലാവരും വളരെയധികം ധാർമ്മിക പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. ധർമ്മത്തിൽ മുഴുകിക്കഴിയുന്നവരെയാണ് ധർമ്മസ്നാതന്മാരെന്ന് പറയുന്നത്. അവരുടെ പ്രവൃത്തികൾ മുഴുവൻ ധാർമ്മികമായിട്ടുള്ള ഭഗവത് സംബന്ധമായിട്ടുള്ള പ്രവൃത്തികളായിരുന്നു. മാത്രമല്ല അവർക്ക് എല്ലാവർക്കും ഒരൊറ്റ പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ശതദ്രുതിയുടെയും പ്രാചീന ബർഹിഷത്തിന്റെയും മക്കളാണ് പ്രചേതസുകൾ.
അപ്പോൾ ഇവിടെയാണ് വിതുരന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത്. വിതുരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരാണ് പ്രചേതസ്സുകൾ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെല്ലാമാണ് അവരുടെ പ്രവർത്തനങ്ങൾ, അവരെങ്ങനെയാണ് യജ്ഞം നടത്തിയത്? യജ്ഞവേദിയിൽ നാരദ മഹർഷി ധ്രുവ മഹാരാജാവിന്റെ മഹാത്മ്യം പ്രചേതസ്സുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ധ്രുവചരിതം പറഞ്ഞതിന് ശേഷം മൈത്രേയ മഹർഷി വിതുരനോട് പറഞ്ഞിട്ടുണ്ടായി. ആ സമയത്താണ് വിതുരൻ പ്രചേതസ്സുകളെ കുറിച്ച് ചോദിക്കുന്നത്. ആരാണ് പ്രചേതസ്സുകൾ എന്നുള്ള കാര്യം, അവരുടെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ച സമയത്ത് ആണ് അതിനുത്തരമായിട്ടാണ് ധ്രുവ മഹാരാജാവിന്റെ വംശം പറഞ്ഞിട്ടുള്ളത്. ധ്രുവ മഹാരാജാവിന്റെ വംശത്തിലാണ് പൃഥു മഹാരാജാവ് വന്നിട്ടുള്ളത്. അപ്പോൾ പൃഥു മഹാരാജാവിന്റെ വംശവും പറഞ്ഞു. അന്തർധാനൻ, അവിർധാനൻ, ബർഹിഷത്ത് അല്ലെങ്കിൽ പ്രാചീന ബർഹിഷത്ത്. പ്രാചീന ബർഹിഷത്തിന്റെയും ശതധൃതിയുടെയും മക്കളായിട്ടാണ് പ്രചേതസ്സുകൾ ജനിച്ചിട്ടുള്ളത്. 10 കുട്ടികളാണ് എന്നാണ് പറയുന്നത്. 10 പേർക്കും ഒരൊറ്റ പേരാണ് ഉള്ളത് എന്നുള്ളത്. അവരോട് പിതാവ് എന്ത് ചെയ്തു? സന്താനോൽപാദനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകി. അവരും പ്രജാപതികളെ പോലെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ലോകത്ത് സത്സന്താനങ്ങളെ ഉൽപാദിപ്പിക്കണം. അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, 14ാമത്തെ ശ്ലോകത്തിൽ, പിത്രാധിഷ്ഠ പ്രജാസർഗേ. പിത്രാധിഷ്ഠ, പിതാവ് നിർദ്ദേശം നൽകി. എന്തിനാണ് നിർദ്ദേശം നൽകിയത്? പ്രജാസർഗേ, ലോകത്തിൽ പ്രജകളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, സത്സന്താനങ്ങളെ ഉൽപാദിപ്പിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകി. അത് കേട്ട സമയത്ത് അവരെന്താണ് ചെയ്തത്? അവര് തപസ്സിനായിട്ട് പോയി. കാരണം സന്താനങ്ങളെ ഉൽപാദിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു തപസ്സാണ്. ഹൃദയത്തിൽ ശുദ്ധി ഉണ്ടാകണം, ഭഗവാന്റെ അനുഗ്രഹം വേണം. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സത്സന്താനങ്ങളെ ഉൽപാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് അവര് തപസ് ചെയ്യാൻ പോയി എന്നാണ് പറയുന്നത്. തപസ്സേ അർണവാവിഷൻ. എങ്ങോട്ടാണ് പോയത്? തപസ് ചെയ്യുന്നത്, ധ്യാനം ചെയ്യുന്നത് ഒറ്റയ്ക്കായിരിക്കണം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഏകാക്കി രഹസ്യസ്ഥിത, മറ്റുള്ള ജനസമ്പർക്കമില്ലാത്ത സ്ഥലത്ത് പോയിട്ടിരുന്ന് തപസ് ചെയ്യണം. ജനമധ്യത്തിൽ ഇരുന്ന് തപസ് ചെയ്യാൻ സാധിക്കുകയില്ല. രഹസ്യസ്ഥിത, രഹസ്യമായിട്ടുള്ള സ്ഥലത്ത് പോകണം. അതിനു വേണ്ടിയിട്ടാണ് പണ്ടുകാലത്ത് മഹർഷിമാരും മുനിമാരും ഒക്കെ ഹിമാലയത്തിൽ അല്ലെങ്കിൽ വനങ്ങളിൽ ഒക്കെ ഒറ്റപ്പെട്ട സ്ഥലത്തിലേക്ക് തപസ്സിന് വേണ്ടി പോകുന്നത്. പ്രചേതസ്സുകൾ എങ്ങോട്ടാണ് പോയിട്ടുള്ളത്? ഏതായാലും ശതധൃതി സമുദ്രത്തിന്റെ പുത്രിയാണ്. അതുകൊണ്ട് അവർ സമുദ്രത്തിലേക്കാണ് പോയിട്ടുള്ളത്. തപസ്സേ അർണവം ആവിശാൻ. അർണവം, സമുദ്രത്തിനടിയിലാണ് അവര് തപസ്സിനായിട്ട് തെരഞ്ഞെടുത്തത്. എത്ര വർഷം അവർ തപസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ദശവർഷ സഹസ്രാണി തപസാർച്ചം തപസ്പതിം. ദശവർഷ സഹസ്രാണി, സഹസ്രം 1000, ദശസഹസ്രം 10,000 വർഷം അവര് തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സമുദ്രത്തിനടിയിൽ തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെയാണ് അവർ തപസ്സിലൂടെ ആരാധിച്ചത് എന്ന് പറയുന്നു. തപസ്സാർച്ചം തപസ്പതിം. തപസ്സിന്റെ പതിയായിട്ടുള്ള ഭഗവാനെ തന്നെയാണ്, ഭഗവാൻ വിഷ്ണുവിനെ തന്നെയാണ് അവര് ആരാധിച്ചിട്ടുള്ളത്. തപസ്പതിം എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണുവാണ്. തപസ്സിന്റെ അധിപതി ആയിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. തപശ്ചാസ്മി തപസ്വിനാം എന്നത് 7ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. തപസ്വികളിൽ തപസ്സായിട്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് തപസ് അനുഷ്ഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ്. എങ്ങനെയാണ് തപസ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ഭഗവാൻ തന്നെ അവതരിച്ച് കാണിച്ചു കൊടുക്കുന്നത് അല്ലെ? തപസ് അനുഷ്ഠിക്കുന്നതിനായിട്ട് ഭഗവാൻ അവതരിച്ചു. ആ അവതാരത്തിൽ ഭഗവാൻ തപസ് മാത്രമാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് തപസ് ചെയ്യേണ്ടത് എന്നുള്ള മാതൃക കാണിക്കുന്നതിന് വേണ്ടി ഭഗവാൻ തന്നെ അവതരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഏതാണ് അവതാരം എന്ന് അറിയാമോ? തപസ്സിനായിട്ടുള്ള അവതാരം നരനാരായണ മഹർഷിമാർ അല്ലെ? നമ്മൾ ഭാഗവതം വായിക്കുന്നതിന് മുന്നേ അവരെ സ്തുതിക്കുന്നുണ്ട്. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം. നാരായണനെ നമ്മൾ നമസ്കരിക്കുന്നു. അതേപോലെ നരനെയും നരോത്തമനെയും. അവിടെ നരൻ നരോത്തമൻ എന്ന് പറയുന്നത് നരനാരായണ മഹർഷിമാരെയാണ്.
നരം ചൈവ നരോത്തമം എന്ന് പറയുന്നത്. നരോത്തമൻ എന്ന് പറയുന്നത് നാരായണ ഭഗവാൻ തന്നെയാണ്. നരൻ എന്ന് പറയുന്നത് നരൻ ഋഷിയാണ്. അപ്പോൾ തപസ്സിന്റെ അധിപതിയായിട്ടുള്ള തപസ്പതി അവിടെ തപസ് ചെയ്തു തൃപ്തിപ്പെടുത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ തപസ് ചെയ്യാൻ പോകുന്ന സമയത്ത്, തപസ് ചെയ്യുന്നതിന്റെ മുന്നെയാണ്, പിതാവിന്റെ നിർദ്ദേശം കേട്ട് ഈ സമുദ്രത്തിലേക്ക് തപസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവര് മഹാദേവനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. യദുക്തം പ്രതിദൃഷ്ടേന ഗിരിശേന പ്രസീദത. ഗിരിശൻ മഹാദേവനെ പ്രജേതസ്സുകള് കണ്ടുമുട്ടി. പ്രസീദത യദുക്തം, ആ സമയത്ത് മഹാദേവൻ വളരെയധികം അവരിൽ സന്തുഷ്ടരായി. ഭഗവാനെ തപസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആരൊക്കെയാണോ ഭഗവാനെ തേടി ഇറങ്ങി പുറപ്പെടുന്നത്, ഭഗവാനെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് മഹാജനങ്ങളുടെ എല്ലാവിധ അനുഗ്രഹം ഉണ്ടാകും. മഹാദേവനും മഹാജനങ്ങളിൽ, ഭഗവാനെ കുറിച്ചുള്ള സത്യം അറിയുന്ന മഹാജനങ്ങളിൽ ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ്. ആരെല്ലാമാണോ ഭഗവാനെ സമീപിക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് സ്വാഭാവികമായിട്ടും മഹാജനങ്ങളുടെ എല്ലാവിധ അനുഗ്രഹവും പിന്തുണയും മാർഗനിർദ്ദേശവും ലഭിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട്, ധ്രുവ മഹാരാജാവ് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, തപസ്സനുഷ്ഠിക്കാൻ വേണ്ടി വനത്തിലേക്ക് പോയ സമയത്ത് അവിടെ ആരാണ് വന്നിട്ടുള്ളത്? അവിടെ മഹാജനങ്ങളിൽ ശ്രേഷ്ഠനായിട്ടുള്ള നാരദ മഹർഷിയാണ് വന്നിട്ടുള്ളത്. ചോദിക്കാതെ തന്നെ വന്നു, പ്രാർത്ഥിക്കാതെ തന്നെ നാരദ മഹർഷി വന്നു. എങ്ങനെയാണ് ഭഗവാനെ സേവിക്കേണ്ടത്, ഭഗവാന്റെ വിഗ്രഹാരാധന ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഭഗവാൻ എപ്പോഴും സ്മരിക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. ധ്രുവ മഹാരാജാവ് നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരമാണ് തപസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ പൃഥു മഹാരാജാവ് വനവാസത്തിലേക്ക് പോകുന്നതിന്റെ മുന്നേ തന്നെ ആര് വന്നു? സനകാദി മഹർഷിമാർ വന്നു. അവരും ഭഗവാനെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടത്, എങ്ങനെയാണ് ഭഗവത് ആരാധന ചെയ്യേണ്ടത് എന്നുള്ള മാർഗനിർദ്ദേശമൊക്കെ നൽകി, ചോദിക്കാതെ തന്നെ നൽകി. ഇപ്പോൾ ഇവിടെ പ്രചേതസ്സുകൾ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി പോകുന്ന സമയത്ത് മഹാദേവൻ തന്നെ വന്നു എന്നാണ് പറയുന്നത്. മഹാദേവൻ തന്നെ വന്ന് അവർക്ക് എങ്ങനെയാണ് തപസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത്, തദ്ധ്യായന്തോ, എന്താണോ മഹാദേവൻ പറഞ്ഞത് അത് തന്നെ അവർ ധ്യാനിച്ചു എന്നാണ് പറയുന്നത്. മഹാദേവൻ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ പ്രജേതസ്സുകൾ ധ്യാനിച്ചു. യദുക്തം മഹാദേവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ തദ്ധ്യായന്തോ, അത് തന്നെ ധ്യാനിച്ചു. ജപന്തശ്ച, എന്ത് നാമങ്ങളാണ് ജപിക്കേണ്ടത്, എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് മഹാദേവൻ പറഞ്ഞു കൊടുത്തു. അത് തന്നെ പ്രചേതസ്സുകൾ ജപിച്ചു. ജപന്തശ്ച പൂജയന്തശ്ച, എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടത്, ആരാധന ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനനുസരിച്ച് തന്നെ സംയത, ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് അവർ പ്രചേതസ്സുകൾ ആ ഭഗവാന്റെ പൂജയിലും ധ്യാനത്തിലും ആരാധനയിലും ഒഴുകി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഗുരുവിന്റെ സഹായം, ഗുരുവിന്റെ കാരുണ്യം നമുക്ക് അത്യാവശ്യമാണ്. ഭഗവാനെ ധ്യാനിക്കുന്നതിന്, ഭഗവാനെ ആരാധിക്കുന്നതിന് ഗുരുവിന്റെ മാർഗനിർദ്ദേശം അത്യാവശ്യം. ആ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന സമയത്താണ് നമ്മൾക്ക് ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകുന്നത്. യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ അപ്രസാദാത് ന ഗതി കുതോപി എന്ന് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. അല്ല, ഭഗവാന്റെ പ്രസാദം ഉണ്ടാകണമെങ്കിൽ, ഭഗവാൻ പ്രസാദിക്കണമെങ്കിൽ ഗുരു പ്രസാദിക്കണം. ആ ഗുരുവിന്റെ ചുമതല എന്താണ്? ഗുരുവാണ് നമ്മളെ ഭഗവത് സേവനത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ഗുരു സ്വാഭാവികമായിട്ട് വന്നു ചേർന്നു. മഹാദേവൻ എങ്ങനെയാണ് ഭഗവാൻ ആരാധിക്കേണ്ടത് എന്നുള്ള എല്ലാ നിർദ്ദേശവും നൽകി എന്നാണ് പറയുന്നത്. അതിനനുസരിച്ച് തന്നെ അവർ പ്രവർത്തിച്ചു. അപ്പോൾ വിതുരൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. വിതുരർക്ക് വലിയ അത്ഭുതമായി. മഹാദേവൻ തന്നെ വന്ന് പറഞ്ഞു കൊടുത്തു ഭഗവാനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്. അത് മാത്രമല്ല, അവർ സമുദ്രത്തിനടിയിലാണ് തപസ് ചെയ്തത്. ഇതൊക്കെ വളരെ പ്രത്യേകതയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ കേട്ട സമയത്ത് വിതുരൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അവര് എങ്ങനെയാണ് തപസ് ചെയ്തത്, എന്താണ് മഹാദേവൻ അവർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള മന്ത്രം, അതൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് വിതുരൻ മൈത്രേയ മഹർഷിയോട് ചോദിച്ച സമയത്ത് മഹാദേവൻ പറഞ്ഞിട്ടുള്ള ആ ഒരു മന്ത്രം, അത് രുദ്രഗീതം എന്നറിയപ്പെടുന്ന മന്ത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമുക്ക് നാമജപം തുടരാം.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യെസ് ബിജു പ്രഭുജി ജപിച്ചോളൂ. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ